നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ചന്ദ്രനാഥ് രാത്തിനെ പോലെയുള്ളവരെ പലപ്പോഴും രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പം നമ്മൾ കാണാറുണ്ട്. പക്ഷെ നമ്മൾ അവരെക്കുറിച്ച് അങ്ങനെ ഒരുപാട് അന്വേഷിക്കാറില്ല. നിരവധി രഹസ്യങ്ങളുടെ ഉറവിടവും ചടുല നീക്കങ്ങളുടെ ബുദ്ധികേന്ദ്രവുമാണവർ. ഇപ്പോൾ രാഷ്ട്രവിരുദ്ധ ശക്തികൾ അവരെ ലക്ഷ്യം വയ്ക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ബംഗാളിൽ ചന്ദ്രനാഥ് രാത്തിൻ്റെ കൊലപാതകം. ചന്ദ്രനാഥ് എന്ന മുൻ സൈനികൻ ജീവനും ജീവിതവും കൊടുത്തത് ഈ രാജ്യത്തിന് വേണ്ടിയാണ്. കൊന്നു തള്ളിയത് രാജ്യവിരുദ്ധ ശക്തികളും എന്ന് നിസ്സംശയം പറയാം. മെയ് 6 രാത്രിയാണ് തൻ്റെ വീട്ടിലേക്ക് കാറിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ ചന്ദ്രനാഥ് രാത്തിന് നേരെ 2 മോട്ടോർ ബൈക്കുകളിൽ എത്തിയ അക്രമികൾ വെടിയുതിർത്തത്. പശ്ചിമ ബംഗാളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന BJP നേതാവ് സുവേന്ദു അധികാരിയുടെ സന്തത സഹചാരിയാണ് ചന്ദ്രനാഥ്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻറ്റും സെക്രട്ടറിയുമാണ് ചന്ദ്രനാഥ്. ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് വിരമിച്ച മുൻ സൈനികനാണ് അദ്ദേഹം. വെറുമൊരു പേഴ്സണൽ സെക്രട്ടറി മാത്രമല്ല, വ്യക്തിപരമായി സുവേന്ദുവുമായി വളരെ അടുത്ത ബന്ധം. ഇരുവരുടെയും കുടുംബങ്ങൾ തമ്മിലും വളരെ അടുത്ത ബന്ധമുണ്ട്. ചന്ദ്രനാഥിൻ്റെ അമ്മ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. പിന്നീട് അവർ സുവേന്ദുവിനോടൊപ്പം BJPയിലേക്ക് വന്നു. ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായിരുന്നു ചന്ദ്രനാഥിൻ്റെ വിദ്യാഭ്യാസം. ചെറുപ്പകാലത്ത് സന്യാസം സ്വീകരിക്കാൻ ആഗ്രഹിച്ചിരുന്ന ചന്ദ്രനാഥ് ഇന്ത്യൻ വ്യോമസേനയിൽ ചേർന്നു. വർഷങ്ങളുടെ രാജ്യസേവനത്തിന് ശേഷം അദ്ദേഹം വ്യോമസേനയിൽ നിന്ന് വിരമിക്കുകയും രാജ്യത്തെ വൻകിട കോർപ്പറേറ്റ് കമ്പനികളിൽ ജോലി ചെയ്യുകയും ചെയ്തയാളാണ്. അതിനുശേഷമാണ് സുവേന്ദുവിനൊപ്പം ചേരുന്നത്. തൃണമൂൽ മന്ത്രിസഭയിൽ സുവേന്ദു അധികാരി ജലവിഭവ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ചന്ദ്രനാഥ് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായി. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ നിഴലായി മാറുകയായിരുന്നു. തൃണമൂലിലും BJPയിലും സുവേന്ദുവിൻ്റെ രാഷ്ട്രീയ പരിപാടികളുടെ ഏകോപന ചുമതല ചന്ദ്രനാഥിനായിരുന്നു. 2021 തെരഞ്ഞെടുപ്പിലും 2026 തെരഞ്ഞെടുപ്പിലും ഇതിനിടയിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും സുവേന്ദുവിന് വേണ്ടി പ്രചരണം ഏകോപിപ്പിച്ചതോടുകൂടിയാണ് ചന്ദ്രനാഥ് രാഷ്ട്രീയ എതിരാളികളുടെ കണ്ണിലെ കരടായി മാറിയത്. തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനമൊട്ടാകെ വ്യാപകമായ അക്രമ സംഭവങ്ങൾ നടക്കുന്നതിനിടയിലാണ് ചന്ദ്രനാഥ് രാത്ത് കൊല്ലപ്പെടുന്നത്. നെഞ്ചിനും തലയ്ക്കും വെടിയേറ്റ ചന്ദ്രനാഥ് സംഭവസ്ഥലത്ത് വച്ച് തന്നെ മരിച്ചു. അതേസമയം ഈ കൊലപാതകത്തിൽ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും അന്വേഷണം തുടങ്ങിയതായ സൂചനകളാണ് പുറത്തു വരുന്നത്. ഈ കൊലപാതകത്തെ വെറുമൊരു രാഷ്ട്രീയ കൊലപാതകമാണെന്ന് വിലയിരുത്താൻ സാധിക്കില്ല എന്ന വിലയിരുത്തലിലാണ് ബംഗാൾ പോലീസ് ഉള്ളത്. സംസ്ഥാനം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ശക്തമായ സുരക്ഷാ വലയത്തിൽ ആയിരുന്നപ്പോഴാണ് കൊലപാതകം നടന്നിരിക്കുന്നത്. സഞ്ചരിക്കുന്ന കാറിനകത്തുണ്ടായിരുന്ന ചന്ദ്രനാഥിന് തലയ്ക്ക് തന്നെ വെടിയേറ്റത് പ്രൊഫഷണൽ കൊലയാളികളുടെ സാന്നിധ്യത്തിന് തെളിവാണ്. ഉപയോഗിച്ചിരിക്കുന്നത് വിദേശ നിർമ്മിത ആയുധവും. ഈ ഘടകങ്ങളാണ് അന്വേഷണത്തിന് രഹസ്യാന്വേഷണ ഏജൻസികൾ എത്തിയതിന് കാരണം. മുന്നേ സഞ്ചരിച്ചിരുന്ന ഒരു കാർ ചന്ദ്രനാഥിൻ്റെ കാറിൻ്റെ യാത്ര തടസ്സപ്പെടുത്തി വേഗത കുറച്ച ശേഷമായിരുന്നു ആക്രമണം. ആ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 3 പേർ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുമുണ്ട്. ഇതിനെ തുടർന്നാണ് പിന്നിൽ വലിയ സംഘമാണെന്ന വിലയിരുത്തലിൽ പോലീസ് എത്തിയത്. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് സുവേന്ദുവിൻ്റെ സഹോദരനാണ് എന്നത് ശ്രദ്ധേയമാണ്. കാരണം ഇതൊരു കൊലപാതക പരമ്പരയാണോ എന്ന് സുവേന്ദുവിൻ്റെ കുടുംബം സംശയിക്കുന്നു. സുവേന്ദുവിൻ്റെ അടുപ്പക്കാരിൽ കൊല്ലപ്പെടുന്ന 4ാമത്തെയാളാണ് ചന്ദ്രനാഥ്. ഇതിനു മുമ്പ് അദ്ദേഹം ചേർത്ത് നിർത്തിയിരുന്ന 3 മനസാക്ഷി സൂക്ഷിപ്പുകാർ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു. പിന്നിൽ ആരാണെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. 2013 ഓഗസ്റ്റിൽ കൊല്ലപ്പെട്ട പ്രദീപ് ഝായാണ് ഇതിൽ 1ാമത്തെയാൾ. ചന്ദ്രനാഥിനെ പോലെ സുവേന്ദുവിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻറ്റും സെക്രട്ടറിയുമായിരുന്നു പ്രദീപ്. സുവേന്ദു അപ്പോൾ തൃണമൂൽ കോൺഗ്രസ് MP ആയിരുന്നു. പ്രദീപ് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനും മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായിരുന്നു. കൊൽക്കത്ത സ്ട്രാൻഡ് റോഡിൽ മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു പ്രദീപ്. പുറമേ മുറിവോ ചതവോ ആ മൃതദേഹത്തിൽ ഇല്ലായിരുന്നു. പ്രദീപ് അമിതമായി മദ്യപിച്ചിരുന്നു എന്നതായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. എന്നാൽ കുടുംബം പോലീസിൻ്റെ ഈ വിലയിരുത്തൽ തള്ളി. കൊലപാതകത്തിന് പിന്നിൽ ആരാണ് എന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. 2018 കൊല്ലപ്പെട്ട ശുഭബ്രത ചക്രവർത്തിയാണ് 2ാമത്തെയാൾ. സുവേന്ദുവിൻ്റെ ഗൺമാനായി 7 വർഷം ഒപ്പമുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ. സുവേന്ദുവിൻ്റെ സുരക്ഷാ കാര്യങ്ങൾ ഏകോപിപ്പിച്ചിരുന്ന, യാത്രകളിൽ ഒരു നിഴൽ പോലെ എപ്പോഴും ഉണ്ടായിരുന്ന ശുഭബ്രത വെടിയേറ്റ് മരിക്കുകയായിരുന്നു.
സ്വന്തം വീടിന് മുന്നിൽ നിൽക്കുമ്പോഴാണ് ശുഭപ്രദയ്ക്ക് വെടിയേറ്റത്. സുവേന്ദുവിൻ്റെ വസതിക്ക് സമീപത്ത് വെച്ചായിരുന്നു ആ കൊലപാതകം. പിന്നിൽ ആര് എന്നതിനെക്കുറിച്ച് വിശ്വസനീയമായ സൂചനയൊന്നും ആർക്കും ഇപ്പോഴുമില്ല. 2021 കൊല്ലപ്പെട്ട ഡ്രൈവർ പുളക് ലഹിരിയാണ് അടുത്തയാൾ. കേവലം ഒരു ഡ്രൈവർ മാത്രമായിരുന്നില്ല സുവേന്ദുവിന് പുളക്. സന്തത സഹചാരി, മനസാക്ഷി സൂക്ഷിപ്പുകാരൻ, വ്യക്തിപരമായി അടുത്ത ബന്ധമുള്ള രാഷ്ട്രീയ കാര്യങ്ങളിൽ പോലും ഇടപെടുന്ന ഒരു വ്യക്തിയായിരുന്നു പുളക് ലഹിരി. ചന്ദ്രനാഥിൻ്റെ കൊലപാതകത്തോട് ഏറെ സാമ്യമുള്ള കൊലപാതകമായിരുന്നു പുളകിൻ്റെയും. 2021 വാശിയേറിയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നന്ദിഗ്രാമിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുവേന്ദുവിനെതിരെ മത്സരിക്കാൻ ഭവാനിപ്പൂർ ഉപേക്ഷിച്ച് മമത നന്ദിഗ്രാമിലെത്തി. വാശിയേറിയ പോരാട്ടം നടന്ന തെരഞ്ഞെടുപ്പിൽ സുവേന്ദു 1500 വോട്ടുകൾക്ക് സാക്ഷാൽ മമതാ ബാനർജിയെ മലർത്തിയടിച്ചു. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സുവേന്ദുവിന് വേണ്ടി പുളക് സജീവമായി തന്നെ രംഗത്തുണ്ടായിരുന്നു. കൗണ്ടിംഗ് ഏജന്റുമായിരുന്നു. ഭവാനിപ്പൂരിൽ 2026 നടന്ന തെരഞ്ഞെടുപ്പിൽ സുവേന്ദു മമത പോരാട്ടത്തിൽ പ്രചരണത്തിൻ്റെ ചുക്കാൻ പിടിച്ചത് കൊല്ലപ്പെട്ട ചന്ദ്രനാഥായിരുന്നു. ബംഗാൾ രാഷ്ട്രീയത്തിലെ അതിശക്തനായ നേതാവാണ് സുവേന്ദു അധികാരി. തൃണമൂലിലായാലും BJPയിലായാലും സുവേന്ദു VVIP ആണ്. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ സുവേന്ദു ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത്. ഒരു കാലത്ത് മമതയുടെ വിശ്വസ്തനായിരുന്നു സുവേന്ദു. എന്നാൽ പാർട്ടിയിൽ തൻ്റെ പിൻഗാമിയായി മരുമകൻ അഭിഷേക് ബാനർജിയെ വാഴിക്കാനുള്ള മമതയുടെ ശ്രമമാണ് തൃണമൂലിൽ വൻ പൊട്ടിത്തെറിയുണ്ടാക്കിയത്. പാർട്ടിയിൽ അഭിഷേക് ബാനർജി അധികാര പ്രയോഗം തുടങ്ങിയതോടെ സുവേന്ദുവും സംഘവും പാർട്ടി വിട്ടു. 15 വർഷം നീണ്ട മമതാ ഭരണത്തിന് അന്ത്യം കുറിച്ചതും സുവേന്ദു അധികാരി എന്ന രാഷ്ട്രീയ നേതാവ് തന്നെയാണ്. ആ സുവേന്ദു അധികാരിയുടെ കണ്ണും കരളുമായിരുന്ന 4 പേരാണ് പോയിന്റ് ബ്ലാങ്കിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ ചരിത്രമാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ ചികയുന്നത്. സുവേന്ദുവിൻ്റെ ജീവന് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയുണ്ടോ എന്നതാവും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുക. CBI അന്വേഷണം വേണമെന്നാണ് സുവേന്ദുവിൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം. വിദേശ നിർമ്മിത ആയുധമടക്കം ഉപയോഗിച്ചത് കാരണമാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണമെന്ന ആവശ്യത്തിനു പിന്നിൽ. ബംഗാളിൽ പുതിയ സർക്കാർ അധികാരത്തിലേറ്റാലുടൻ ഈ ആവശ്യം പരിഗണിക്കുമെന്നാണ് സൂചന. പുതിയ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനായി കൂടുന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിരീക്ഷകനായി പങ്കെടുക്കും. അതേസമയം സുവേന്ദു അധികാരിയുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനും BJP തീരുമാനിച്ചിട്ടുണ്ട്.